ഏവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അതിനുശേഷം PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആക്സിയം 4. ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി, സ്പാഡെക്സ്. 2024 കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏത്? കേരളമാണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഇന്ത്യ. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യം ഇന്ത്യ. റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരെന്താണ്? റഷ്യയിലെ വ്യോമത്താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേര് എന്താണ്? ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏതാണ്? ആൻജിഘട്ട്. 2025 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏതാണ്? ആൻജിഘട്ട്. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ്? എയ്ഡൻ മാർക്രം. എയ്ഡൻ മാർക്രം. സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ്ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി FIR നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭം E0 FIR. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് ആരൊക്കെ? PR ശ്രീജേഷും മനു ഭാക്കറും. 2025 ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? എല്ലാം ശരിയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7 ഇത് നടന്നത്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര, വ്യോമ, നാവികസേനകൾ പങ്കെടുത്തു. 2025 മെയ് 7 നടന്നത്. നിർദ്ദിഷ്ട ആഴക്കടൽ തുറമുഖമായ വാധ്വാൻ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. 2024 നവംബർ 18-19 തീയതികളിൽ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം റിയോ ഡി ജനീറോ, ബ്രസീൽ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിം. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിം. എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? എന്താണ് ബന്ധു ക്ലിനിക് പദ്ധതി? അതിഥി തൊഴിലാളികൾക്കു വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. വിരമിക്കുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് നേടി? 9230. ഇന്തോനേഷ്യയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലസ്ഥാന നഗരത്തിൻ്റെ പേരെന്താണ്? നുസന്താര. നുസന്താര. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ശ്രീ പിണറായി വിജയൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന EOS-02 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത് എന്ന്? 2024 ഓഗസ്റ്റ് 16. EOS-08 വിക്ഷേപിച്ചത് ഓഗസ്റ്റ് 16, 2024. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി ചുമതലയേറ്റത് ആര്? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? കേരളം.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? വി അബ്ദുറഹിമാൻ. വി അബ്ദുറഹിമാൻ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡ് 2025 ജേതാവ്? ഷാജി എൻ കരുൺ. ഷാജി എൻ കരുൺ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച രാജ്യം? ചൈന. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? കേരളം. കുടുംബശ്രീ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത് തുറമുഖമാണ്? വിഴിഞ്ഞം. വിഴിഞ്ഞമാണ്. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ത്? വീനസ് ഓർബിറ്റൽ മിഷൻ. വീനസ് ഓർബിറ്റൽ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ഹാൻ ക്യാങ്. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൻ്റെ പുതിയ പേരെന്ത്? തിരുവനന്തപുരം നോർത്ത്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏത്? MSC ക്ലോഡ് ഗിറാർഡറ്റ്. MSC ക്ലോഡ് ഗിറാർഡറ്റ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. സുമൻ ബെറി. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ്? 2024 ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്. ഇപ്പോഴത്തെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ചിറ്റയം ഗോപകുമാർ. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? പി സതീദേവി. പി സതീദേവിയാണ്. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? ഷാജഹാൻ. ഷാജഹാനാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്. 2025 കബഡി ലോകകപ്പ് വേദി ഏത്? ഇംഗ്ലണ്ടിലാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ബഗ്ലിഹാറാണ്. ബഗ്ലിഹാർ. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത്. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? നവ്ദീപ് സിംഗ്. നവ്ദീപ് സിംഗ്. ഇനി നമുക്ക് PSC ബുള്ളറ്റിനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രവോ തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് അദ്ദേഹം. ലിയോ 14 എന്നാകും അദ്ദേഹം അറിയപ്പെടുക. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യ വൈദ്യുത വിമാനമാണ് പീറ്റ ടെക്നോളജീസിൻ്റെ അലിയ CX-300. അലിയ CX-300 ഇമ്പോർട്ടൻ്റ് ആണ്. അലിയ CX-300. റവാഡ A ചന്ദ്രശേഖറാണ് സംസ്ഥാനത്തിൻ്റെ പുതിയ DGP. റവാഡ A ചന്ദ്രശേഖർ. ഇന്ത്യയുടെ പുതിയ റോ മേധാവിയാണ് പരാഗ് ജെയിൻ. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റോയുടെ പുതിയ മേധാവിയാണ് പരാഗ് ജെയിൻ. 2025 17ാം ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നു.
2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി നെതർലൻഡിലെ ഹേഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വേദികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. 2026 AI ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ 2025 വാർഷിക സമ്മേളനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്നു. ജനീവയിൽ. കങ്കണ റണൌട്ട് ആണ് ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. വിരാജ് എന്ന ആനയാണ് ഔദ്യോഗിക ചിഹ്നം. വിരാജ്. ഉസ്ബെക് ചെസ് കപ്പ് മാസ്റ്റേഴ്സിൽ ഇന്ത്യയുടെ ആർ പ്രഗ്യാനന്ദയ്ക്ക് കിരീടം. ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമെന്ന നേട്ടം സ്മൃതി മന്ദാന. പുസാപതി അശോക് ഗജപതിയാണ് പുതിയ ഗോവ ഗവർണർ. പുസാപതി അശോക് ഗജപതി രാജു ആണ് ഗോവയുടെ പുതിയ ഗവർണർ. പുസാപതി അശോക് ഗജപതി രാജു. ഹരിയാനയുടെ പുതിയ ഗവർണറാണ് അഷിം കുമാർ ഘോഷ്. കവിന്ദർ ഗുപ്തയാണ് ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറാണ് കവിന്ദർ ഗുപ്ത. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല 18 ദിവസം എത്ര ദിവസം ചെലവിട്ടെന്ന് ചോദിക്കും. 18 ദിവസം. ഭൂമിയിൽ തിരിച്ചെത്തിയത് ജൂലൈ 15-ാം തീയതിയാണ് 3/1. സെൻസസ് കമ്മീഷണറേറ്റിന്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2022 പ്രകാരം ശരാശരി ദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ CEO-മായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ്ചാറ്റ്. നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. കേരളത്തിന് 4-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ഗുജറാത്തിനും കേരളത്തിന് 4-ാം സ്ഥാനവും. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. ഇമ്പോർട്ടൻ്റ്. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ആസാം. ഗജമിത്ര പദ്ധതി ആസാം. രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ ഒന്നാമതെത്തി മധ്യപ്രദേശിലെ ഇൻഡോർ. മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിന്റെ പുതിയ പേരാണ് ഈശ്വർപൂർ. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവാ സങ്കേതത്തിൽ നിലവിൽ വരുന്നു. അരുണാചൽ പ്രദേശിലെ നംതഫ നാഷണൽ പാർക്കിൽ നിന്ന് നീല അസ്ഥികളും പച്ച രക്തവുമുള്ള പട്കായി പച്ചമരത്തവളയെ കണ്ടെത്തി. നംതഫ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശിലാണ്. കർണാടകയിലെ ശിവമോഗയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ കേബിൾ സ്ലേഡ് പാലം വന്നു. സിഗന്ദൂർ പാലം. ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ. ജോർജിയയിലെ ബാത്തൂമിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെ ടൈ ബ്രേക്കറിൽ കീഴടക്കി. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ് BR ഗവായ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096. ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ദേവപ്രയാഗ് ജനാസു തുരങ്കം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് എഴുതി പഠിക്കണം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായി അജയ് കുമാർ സ്ഥാനമേറ്റു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനാണ് അജയ് കുമാർ. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് OM ശാലീന. ഇമ്പോർട്ടൻ്റ് ആണ്, OM ശാലീന. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ്, മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഐസ്ലാൻഡാണ് 1-ാം സ്ഥാനത്ത്.
ഇന്ത്യയുടെ സ്ഥാനം ഓർത്ത് വെച്ചിരിക്കണം 130. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. മുംബൈയിലാകും ഇത് പ്രവർത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151 സ്ഥാനമാണ്. 151. ഫിൻലാൻഡാണ് 1-ാം സ്ഥാനത്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തത് അരുണാഭ ഘോഷ്. UN കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായിട്ട് നിയമിതനായി. അരുണാഭ ഘോഷ്. കൊട്ടാരക്കരയാണ് 6ാമത്തെ രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി. കൊട്ടാരക്കരയാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രമുഖ നടൻ മോഹൻലാലിൻ്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. മുഖരാഗം ഓർത്തുവെക്കണം. മുഖരാഗം. നഗരപ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ബലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ. വിമൺ ഫോർ ട്രീ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹർസദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര. ഇമ്പോർട്ടൻ്റ് ആണ്. ഭാർഗവാസ്ത്ര. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31-ാം തവണയും കീഴടങ്ങി നേപ്പാളി ഷെർപ്പയാണ് കാമി റീത്ത. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി തുടരുന്നു. ഓർത്തുവെക്കണം. കാമി റീത്ത. ഓർത്തുവെക്കണം. കാമി റീത്ത. 51-ാം വയസ്സിൽ 19-ാം തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടുകാരനായ കെൻഡൻ കൂളാണ്. ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം. കെൻഡൻ കൂൾ. ചോൻസിൻ ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത. കാഴ്ചപരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ചോൻസിൻ ആങ്മോ. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിന്. അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ബാനു മുഷ്താഖിന്. 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് കിട്ടിയത്. ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം വള്ളിക്കാവ് മോഹൻദാസിന്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽപാലം ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 6-ന് ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ സംഗൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ ഖത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ സംഗൽനാദിൽ നിന്ന് റിയാസി ജില്ലയിലെ ഖത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ ആൻജി ഘാട്ട് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്. ആൻജി ഘാട്ട്. 78-ാം ക്യാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടിയത് ജാഫർ പനാഹിയാണ്. ജാഫർ പനാഹി. പേര് ഓർത്തു വെക്കണം. ജാഫർ പനാഹി. ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ഫ്രാൻസിലെ നീസിൽ വെച്ചാണ്. സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ. ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചത് ചൈനയാണ്. ഇനി കുറച്ച് മരണങ്ങളാണ്. ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് താപ്പർ അന്തരിച്ചു. വാൽമീക് താപ്പർ. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതമാണ്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിനെ നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രബെലി. ബ്ലെയ്സ് മെട്രബെലി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്ത് എത്തി ഇന്ത്യക്കാരനായ അശോക് എള്ളുസാമി. ടെസ്ലയുടെ റോബോട്ട് പദ്ധതി തലപ്പത്ത് ഇന്ത്യക്കാരനായ അശോക് എള്ളുസാമി. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ ആഗോള അംബാസിഡറായി കത്രീന കൈഫ്. മാലിദ്വീപ് ടൂറിസത്തിൻ്റെ
ആഗോള അംബാസിഡറായി കത്രീന കൈഫ്. G7 ഉച്ചകോടി നടന്നത് കാനഡയിലാണ്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി ഡിജിപിൻ ആവിഷ്കരിച്ചത് തപാൽ വകുപ്പാണ്. ഇന്ത്യൻ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കും. വിദ്വേഷ പ്രസംഗം തടയാൻ നിയമനിർമ്മാണത്തിനൊരുങ്ങി കർണാടക. വിദ്വേഷ പ്രസംഗം തടയാൻ വേണ്ടി നിയമം നിർമ്മിക്കാനൊരുങ്ങി കർണാടക. തദ്ദേശീയമായി വികസിപ്പിച്ച 50 കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം തടയാൻ ശേഷിയുള്ള ഡ്രോണാണ് രുദ്രാസ്ത്ര. അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന 6 നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്റർനാഷണൽ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, ഫിലിപ്പൈൻസ്. എവിടെയാണെന്ന് ചോദിക്കും. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മനില, ഫിലിപ്പൈൻസ്. ഒരു ടെസ്റ്റ് മത്സരത്തിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. പോൾ വാട്ടണിൽ 12ാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമാൻഡ് ഡ്യൂപ്ലാന്റിസ്. ഇത് പഠിക്കണം. ആക്സിയം 4 വിക്ഷേപണ ദൗത്യം വിജയകരം. 41 വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 46 വർഷങ്ങൾക്കു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനും. സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം 6 പ്രാവശ്യം ഇത് നിർത്തിവെച്ചു. ഇത് യാഥാർത്ഥ്യമായത്, ഇത് പഠിക്കണം, ഡേറ്റ് അടക്കം പഠിക്കണം. 2025 ജൂൺ 25. 2025 ജൂൺ 25-നാണ് യാഥാർത്ഥ്യമായത്. ആക്സിയം 4 വിക്ഷേപണ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത്. ഈ ദൗത്യത്തിൻ്റെ മിഷൻ പൈലറ്റ് ആയിരുന്നു ശുഭാംശു ശുക്ല. അദ്ദേഹത്തിനോടൊപ്പം പെഗി വിറ്റ്സൺ അമേരിക്കക്കാരി, സ്ലാവോസ് ഉസ്നാൻസ്കി വിസ്നിസ്കി പോളണ്ടുകാരൻ, ടിബോർ കബു ഹംഗറിക്കാരനാണ്. ഈ പേര് 3 പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അവർ സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേരാണ് ഗ്രേസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേസ്.